ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ PSC ഈസി കോഡ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് ഫിസിക്സ് SCERT ചാപ്റ്ററാണ്. ചാപ്റ്റർ 8 ആണ്. അളവുകളും യൂണിറ്റുകളും ചലനവും എന്നുള്ള 2 ചാപ്റ്ററുകളാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പിന്നെ നിങ്ങൾ പ്ലീസ് ഒന്ന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് ഇടാൻ മറക്കുകയും ചെയ്യല്ലേ. എങ്കിലേ എനിക്ക് ഇതുപോലുള്ള വീഡിയോസൊക്കെ വീണ്ടും വീണ്ടും അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ കമൻസ് തീർച്ചയായിട്ടും ഒന്ന് ഇട്ടേക്കണം കേട്ടോ. എങ്കിലേ നിങ്ങൾക്ക് ഈ ക്ലാസ്സൊക്കെ യൂസ്ഫുൾ ആയി എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഒന്ന് ജോയിൻ ചെയ്തേക്കണേ. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാമേ. അപ്പം നമ്മൾ ഇന്ന് നോക്കുന്നത് ഫിസിക്സ് ആണ്. ഫിസിക്സ് SCERT ആണ് കേട്ടോ. ഫിസിക്സ് SCERT ആണ്. അതിൻ്റെ 5ാം ക്ലാസ്സിലെ ചാപ്റ്ററുകളെല്ലാം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ 6ാം ക്ലാസ്സിലെ എല്ലാ ചാപ്റ്റേഴ്സും എടുത്തിട്ടുണ്ടായിരുന്നു. 7ാം ക്ലാസ്സിൽ നമുക്ക് ഒരു ചാപ്റ്റർ മാത്രമേ വരുന്നുള്ളൂ. പിന്നെ അത് ഞാൻ എടുത്തിട്ടില്ല. 7ാം ക്ലാസ് എടുത്തിട്ടില്ല. 8ാം ക്ലാസ്സിലെ ചാപ്റ്റേഴ്സാണ് ഇപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം 8ാം ക്ലാസ്സിൽ നമുക്ക് ചാപ്റ്റേഴ്സ് വരുന്നത് ചാപ്റ്റർ 8 ആണ്, അളവുകളും യൂണിറ്റുകളും. ചാപ്റ്റർ 9 ചലനമുണ്ട്. ചാപ്റ്റർ 10 ബലമുണ്ട്. ചാപ്റ്റർ 18 പ്രകാശം നമുക്കിപ്പോൾ പഠിക്കാനില്ല. വേണമെങ്കിൽ ആ പാഠം നോക്കാമെന്നുള്ളതേ ഉള്ളൂ. ഞാൻ എടുത്തിട്ടുണ്ട് പ്രകാശ പ്രതിഫലനം ഗോളീയ ദർപ്പണങ്ങളിൽ. ചാപ്റ്റർ 19 ശബ്ദമാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സാണ് നമ്മുടെ 8th സ്റ്റാൻഡേർഡിൽ വരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഫസ്റ്റ് ചാപ്റ്റർ ചാപ്റ്റർ 8 അളവുകളും യൂണിറ്റുകളും. ഓക്കെ, അപ്പം ഈ ചാപ്റ്റർ 8 അളവുകളും യൂണിറ്റുകളിനകത്ത് നമുക്ക് ഫസ്റ്റ് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം ഒരു 2-3 പ്രാവശ്യം പറഞ്ഞു പോവാം. അല്ലാത്തതെല്ലാം വായിച്ചു വിടത്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തീർത്ത് പോകണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കൂടെ വരണേ. അപ്പോൾ അളവുകളും യൂണിറ്റുകളുമാണ് ഫസ്റ്റ് ചാപ്റ്റർ. അപ്പോൾ ഇതിനകത്ത് ഒരു നീളത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. നീളത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ്? നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം നീളത്തിൻ്റെ യൂണിറ്റുകൾ? മീറ്ററും സെൻറ്റിമീറ്ററും മില്ലിമീറ്ററും നാനോമീറ്ററും ഒക്കെ കുറേ അറിയാം. കിലോമീറ്റർ അറിയാം അല്ലേ? അപ്പം മൈല് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ അറിയാമല്ലോ, നീളം അളക്കുന്ന സംഭവങ്ങൾ. ഇതിൻ്റെ അടിസ്ഥാന യൂണിറ്റ് എന്താണെന്നറിയോ? ഈ നീളത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് മീറ്റർ ആണ് കേട്ടോ. നീളത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ് കേട്ടോ. മീറ്ററിലാണ് പറയുന്നത്. നീളത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് മീറ്റർ ആണ് കേട്ടോ. പിന്നെ നമുക്ക് നോക്കാനുള്ളത് 1 മീറ്റർ എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്റർ ആണ്? അതായത് നമ്മുടെ സ്കെയിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ 1 മീറ്റർ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് നമ്മൾ കണ്ടോ ചെറിയ ഇതില്ലേ, എവിടുന്ന് 1 to 2 വരെ ആകുമ്പോഴത്തേക്ക് ചെറിയ ഇതില്ലേ, അതിനെയാണ് മില്ലിമീറ്റർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് എത്ര മില്ലിമീറ്റർ ആണ്? 10 മില്ലിമീറ്റർ ആണ് കേട്ടോ. 1 സെൻറ്റിമീറ്റർ 10 മില്ലിമീറ്റർ ആണ്. അതുപോലെ തന്നെ 100 സെൻറ്റിമീറ്റർ ആണ് 1 മീറ്റർ ആവുന്നത്. നമ്മൾ കടയിലൊക്കെ പോയി തുണി വാങ്ങിക്കത്തില്ലേ, 1 മീറ്റർ തുണി 2 മീറ്റർ തുണി എന്നൊക്കെ പറയുമ്പോൾ അവർ എന്ത് ചെയ്യുക? ആ സ്കെയിൽ വെച്ചിട്ട് 100 സെൻറ്റിമീറ്റർ ഉണ്ടോ എന്ന് അളന്ന് നോക്കുവാണ് കേട്ടോ. അങ്ങനെ 100 സെൻറ്റിമീറ്റർ ആണ് 1 മീറ്റർ ആവുന്നത് കേട്ടോ. അപ്പം മറക്കരുത്. പിന്നെ നമുക്ക് മെയിനായിട്ട് ഇതിനകത്ത് നോക്കാനുള്ളത് ഏതാണ് ചെറുത് ഏതാണ് വലുതെന്ന് നോക്കണം. സെൻറ്റിമീറ്ററും മില്ലിമീറ്ററും ഒക്കെ നമുക്ക് അറിയായിരിക്കും. മില്ലിമീറ്റർ സെൻറ്റിമീറ്ററും മില്ലിമീറ്ററും ഒക്കെ അറിയാം. പക്ഷേ മൈക്രോമീറ്റർ ആണോ നാനോമീറ്റർ ആണോ വലുത്? μm എന്നായിരിക്കും കിടക്കുന്നത് കേട്ടോ. മൈക്രോമീറ്ററിന് എങ്ങനെയാണ് കിടക്കുന്നത്? μm എന്നാണ് കിടക്കുന്നത്. നാനോമീറ്ററിനോ nm കേട്ടോ. nm. ഓക്കെ, അപ്പം ഏറ്റവും ചെറുത് ഏതാണ്? നാനോമീറ്റർ ആണ് കേട്ടോ. ഏറ്റവും ചെറുത് നാനോമീറ്റർ, അത് കഴിഞ്ഞിട്ട് മൈക്രോമീറ്റർ, അത് കഴിഞ്ഞിട്ട് മുകളിലുള്ളത് മില്ലിമീറ്റർ, അത് കഴിഞ്ഞിട്ട് സെൻറ്റിമീറ്റർ, പിന്നെ മീറ്റർ, പിന്നെ കിലോമീറ്റർ. അങ്ങനെ ആയിരിക്കും പോകുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ്? ആദ്യം നാനോമീറ്റർ, അത് ഏതാണ്? നാനോമീറ്റർ. അത് കഴിഞ്ഞിട്ട് ഏതാണ്? മൈക്രോമീറ്റർ. നാനോമീറ്റർ കഴിഞ്ഞിട്ട് എന്താണ്? മൈക്രോമീറ്റർ. നാനോമീറ്റർ, മൈക്രോമീറ്റർ, പിന്നെന്താണ് വരുന്നത്? മില്ലിമീറ്റർ, പിന്നെന്താണ്? സെൻറ്റിമീറ്റർ. ഇത് നോക്കിക്കേ, ഇതാണ് ഇങ്ങനെയാണ് എഴുതുന്നത് കേട്ടോ. നാനോമീറ്റർ nm. അത് കഴിഞ്ഞിട്ട് എന്താണ്? മൈക്രോമീറ്റർ എന്താണ്? μm. അത് കഴിഞ്ഞിട്ട് എന്താണ്? മൈക്രോമീറ്റർ μm. പിന്നെന്താണ്? മില്ലിമീറ്റർ mm. പിന്നെന്താണ്? സെൻറ്റിമീറ്റർ cm. ഓക്കെ, ഇനി അടുത്ത നെക്സ്റ്റ് എന്തായിരിക്കും വരുന്നത്? മീറ്റർ. പിന്നെന്താണ് വരുന്നത്? കിലോമീറ്റർ. അങ്ങനെ ആയിരിക്കും പോകുന്നത് കേട്ടോ. അപ്പം ഈ ഒരു പോകുന്ന ഒന്ന് നോക്കി വെച്ചോണം കേട്ടോ. നമ്മൾ മൈക്രോമീറ്ററും നാനോമീറ്ററും തെറ്റാൻ സാധ്യതയുണ്ട്. ഓർത്ത് വെച്ചേക്കോ. ഏറ്റവും ചെറുത് നാനോയാണ് കേട്ടോ. നാനോ കാറൊക്കെ ഇല്ലേ, ഏറ്റവും ചെറുതല്ലേ. അപ്പം നാനോയാണ് ഏറ്റവും ചെറുത്. അതിൻ്റെ മുകളിലാണ് മൈക്രോമീറ്റർ വരുന്നത്. അതൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കിക്കേ. ഈ കിലോമീറ്ററൊക്കെ നമ്മൾ പ്ലേസസിനെ അളക്കാനല്ലേ, 2 പ്രദേശങ്ങളെ തമ്മിൽ അളക്കാനൊക്കെയാണ്. അപ്പോൾ ഈ ഗ്രഹങ്ങളിലേക്കും ഈ നക്ഷത്രങ്ങളിലേക്കുമുള്ള ദൂരം അളക്കാൻ എന്താണ് ഉപയോഗിക്കുന്നത്? അതാണ് AU, ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ് കേട്ടോ. ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ് ഈ ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളിലേക്കുള്ള ദൂരമൊക്കെ അളക്കാൻ ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. പിന്നെ പ്രകാശവർഷവും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പ്രകാശവർഷം. പിന്നെന്താണ്? പാഴ്സക്ക് ഉപയോഗിക്കാറുണ്ട് അല്ലേ. പാഴ്സക്ക് ഉപയോഗിക്കാറുണ്ട്, പ്രകാശവർഷം ഉപയോഗിക്കാറുണ്ട്, പിന്നെന്താണ്? ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ഉപയോഗിക്കാറുണ്ട് കേട്ടോ.
അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഗ്രഹങ്ങളിലേക്ക് നക്ഷത്രങ്ങളിലേക്കും ഒക്കെ അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓർത്തിരിക്കുക, ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമാണ് ഒരു പ്രകാശവർഷം. ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമാണ് ഒരു പ്രകാശവർഷം. ഓക്കെ, അപ്പോൾ ഇതൊന്ന് അത്യാവശ്യമായിട്ട് ഇതൊന്ന് പഠിച്ചിരിക്കണം കേട്ടോ. ഇതേതാണ് 1 പാർസെക് ഈസ് ഈക്വൽ ടു 3.26 പ്രകാശവർഷം. എന്താണ് 1 പാർസെക്? 1 പാർസെക് 1 പാർസെക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പ്രകാശവർഷമാണ്? 3.26 ആണ്. 3.26 3 × 2 ഈസ് ഈക്വൽ ടു 6 എന്നല്ലേ പറയുന്നത്? അങ്ങനെ ജസ്റ്റ് കണക്ട് ചെയ്ത് ഓർത്ത് വെച്ചേക്കോ കേട്ടോ. 3.26 അപ്പോൾ 3 × 2 ഈസ് ഈക്വൽ ടു 6 അങ്ങനെ ഓർത്താൽ മതി കേട്ടോ. 3.26 പ്രകാശവർഷം ചോദിച്ചിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് നോക്കിക്കേ, ഇതൊന്ന് നോക്കിയിരിക്കണം. ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്രമാണ് കേട്ടോ പറയുന്നത്, മറ്റേതൊന്നും നമുക്ക് ആവശ്യമില്ലാത്തതാണ്. അതൊന്നും ഈ പ്രീവിയസ് ആയിട്ട് വരുന്ന കുറച്ച് കണ്ടന്റ് ഇതിനകത്തുണ്ട്. അപ്പോൾ അതാണ് പറയുന്നത് കേട്ടോ. ഞാൻ ഈ പറയുന്ന പോയിന്റ്സ് ഒന്നും വിടാതെ പഠിക്കണം കേട്ടോ. അപ്പോൾ 1 കിലോമീറ്റർ ഈസ് ഈക്വൽ ടു എത്ര മീറ്ററാണ്? 1000 മീറ്ററാണ് അല്ലേ? 1000 മീറ്ററുകൾ ചേരുന്നതാണ് 1 കിലോമീറ്റർ. അപ്പം എത്ര സെൻറ്റിമീറ്റർ ചേർന്നതാണ് 1 മീറ്റർ? എല്ലാവരും പറഞ്ഞേ, എത്ര സെൻറ്റിമീറ്റർ ചേർന്നിട്ടാണ് 1 മീറ്റർ ആവുന്നത്? 100 സെൻറ്റിമീറ്റർ ചേർന്ന്. ഞാൻ പറഞ്ഞില്ലേ, കടയിൽ പോയി 1 മീറ്റർ തുണി മേടിക്കുമ്പോൾ അവർ എന്താണ് അളന്ന് വരുന്നത്? 100 സെൻറ്റിമീറ്റർ ആണ്. 100 സെൻറ്റിമീറ്റർ 1 മീറ്റർ ആണ്. ഓക്കെ, പക്ഷേ 1000 മീറ്ററാണ് 1 കിലോമീറ്റർ ആവുന്നത് അല്ലേ? ആയത് നമ്മൾ ഗൂഗിളിലൊക്കെ മാപ്പൊക്കെ ഇട്ട് ഇങ്ങനെ പോകുമ്പോൾ കാണിക്കത്തില്ലേ, 500 മീറ്റർ, 600 മീറ്റർ ഉണ്ട്, 700 മീറ്റർ ഉണ്ട് അല്ലേ? അങ്ങനെ 1000 മീറ്റർ ആകുമ്പോഴാണ് 1 കിലോമീറ്റർ ആവുന്നത് അല്ലേ? 1 കിലോമീറ്റർ ആവുന്നത്. ഓക്കെ, അതിനെ നമുക്ക് 10⁻³ എന്ന് എഴുതാം. എത്ര സീറോ ഉണ്ടോ അതിനനുസരിച്ച് റേസ്റ്റ് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ എഴുതാം. 1000-ന് പകരം നമുക്ക് എങ്ങനെ എഴുതാം? 10⁻³ എന്ന് എഴുതാം കേട്ടോ. 10 എന്തെന്ന് എഴുതാം? 3 എന്ന് എഴുതാം. ഓക്കെ, അപ്പം നെക്സ്റ്റ് 1 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു 1 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു എത്ര മീറ്റർ ആണ്? 1 സെൻറ്റിമീറ്റർ ആണ് അല്ലേ? അപ്പോൾ എങ്ങനെയാണ്? 1/100 മീറ്റർ ആണ് കേട്ടോ. 1/100 മീറ്റർ ആണ് കേട്ടോ. 1/100 മീറ്റർ 1/100 മീറ്റർ 1/100 മീറ്റർ. അപ്പോൾ നോക്കിയാൽ ഈ 1/100 എന്ന് പറയുന്നത് എന്താണ്? ഈ താഴെയാണ് 100 വരുന്നതെന്നുണ്ടെങ്കിൽ 10⁻² വരുമ്പോഴേ മൈനസ് വെച്ചിട്ട് അങ്ങ് എഴുതിയാൽ മതി കേട്ടോ. മൈനസ് എഴുതാൻ പറ്റും. 1/, പറയുവാണെങ്കിൽ 10⁻² എന്ന് എഴുതാൻ പറ്റും. അപ്പം ഞാൻ ചോദിച്ചോട്ടെ, 1/100 എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ എഴുതും? എഴുതുന്നത് മാത്രം പറഞ്ഞാൽ മതി. 1/100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ എഴുതും? 1/100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ എഴുതും? 1/10⁻² എന്ന് എഴുതാം അല്ലേ? 1/10⁻² എന്ന് എഴുതാം. അതിന് ആ 1/10⁻² താഴെയല്ലേ കിടക്കുന്നത്, അതിനെ മുകളിലോട്ടാക്കണമെങ്കിൽ മൈനസ് വരണം കേട്ടോ. അപ്പം എങ്ങനെ എഴുതും? 10⁻² എന്ന് എഴുതും കേട്ടോ. 10⁻² എന്ന് എഴുതും. എനിക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയത്തില്ല. എന്താണെങ്കിലും ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. അതായത് എന്താണ്, നമ്മളിവിടെ 1/1000 എന്ന് പറഞ്ഞ 100 എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മൾ എങ്ങനെ എഴുതാൻ പറ്റും? നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇതിനെ നമ്മൾ 1/100-ന് എത്ര സീറോ ഉണ്ട്? 10⁻² എന്ന് എഴുതാമല്ലോ. ഇങ്ങനെ എഴുതാമല്ലോ. ഈ 100-നെ മാറ്റി നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ, 10⁻² എന്ന് എഴുതാം. ഇത് 1/, എന്ന് പറഞ്ഞിട്ടല്ലേ കിടക്കുന്നത്. അപ്പം നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതുന്നത്? 10⁻² എന്ന് എഴുതണ്ട കേട്ടോ. -2. അപ്പോൾ 1/10⁻³ എന്ന് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെ എഴുതും? 10⁻³ എന്ന് എഴുതും. 1/10⁻4 എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതും? 10⁻4 എന്ന് എഴുതും അല്ലേ? അപ്പോൾ അങ്ങനെയാണ്, -4 എന്ന് എഴുതും കേട്ടോ. അപ്പോൾ താഴെ വന്നാൽ അങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പം ഇത് നോക്കിയേ, ഈ മാത്സ് ഒന്നും പറയേണ്ട ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ചിലപ്പോൾ ചോദിച്ചേക്കാം, 1 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു എത്ര മീറ്ററാണ്? 1/100 മീറ്റർ ആണ് കേട്ടോ. 1/100 മീറ്റർ ആണ്. അപ്പോൾ എങ്ങനെ എഴുതുന്നത്? നമ്മൾ 1/യിലല്ലേ കിടക്കുന്നത്. അപ്പോൾ 10⁻² മീറ്റർ ആണ് കേട്ടോ. 1 മില്ലിമീറ്റർ ഈസ് ഈക്വൽ ടു എന്താണ്? 10⁻³ മീറ്റർ ആണ്. 1 എന്താണ്? മൈക്രോമീറ്റർ എന്താണ്? 10⁻6 മീറ്റർ ആണ്. 1 നാനോമീറ്റർ എന്താണ്? 10⁻9 മീറ്റർ ആണ് കേട്ടോ. ഈ ടേബിൾ എല്ലാവരും ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞത് എത്രത്തോളം മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല, എങ്കിലും നിങ്ങൾ ഇതൊന്ന് അറിയാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് ഇരുത്തി ഒന്ന് ഈ ടേബിൾ ഒന്ന് പഠിച്ചിരിക്കുക കേട്ടോ. അപ്പം ഇനി മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മാസിൻ്റെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ്? മാസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു സാധനത്തിൻ്റെ ഒരു വെയിറ്റ് അല്ല മാസ്, ആ സാധനത്തിൻ്റെ കണ്ടന്റ് ആണ് മാസ്. അതിനി വരുന്ന ചാപ്റ്ററുകളിൽ ഞാൻ അതൊന്നുകൂടെ വിശദീകരിച്ച് പറയാം, അതിൻ്റെ ടോപ്പിക്ക് വരുമ്പോൾ. ഇത്രയും ഓർത്തിരിക്കുക. മാസിൻ്റെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ്? കിലോഗ്രാം. മാസിൻ്റെ അടിസ്ഥാന യൂണിറ്റ് എന്താണ്? കിലോഗ്രാം ആണ് കേട്ടോ. ഗ്രാം അല്ല, കിലോഗ്രാം ആണ് കേട്ടോ. അപ്പം ഈ കിലോഗ്രാമിനകത്ത് ഏറ്റവും ചെറുത് മില്ലിഗ്രാം ഉണ്ടല്ലോ. മില്ലിഗ്രാം ചെറുതല്ലേ, അതിൻ്റെ മുകളിലാണ് ഗ്രാം, അതിൻ്റെ മുകളിലാണ് കിലോഗ്രാം. ഓക്കെ, അപ്പം മില്ലിഗ്രാം ഈ ടേബിൾ ഒന്ന് നോക്കിയിരിക്കുക കേട്ടോ. 1 മില്ലിഗ്രാം ഈസ് ഈക്വൽ ടു 10⁻6 കിലോഗ്രാം. 1 ഗ്രാം ഈസ് ഈക്വൽ ടു 10⁻3 കിലോഗ്രാം. 1 കിൻഡൽ ഇമ്പോർട്ടൻ്റ് ആണേ. 1 കിൻഡൽ ഈസ് ഈക്വൽ ടു 100 kg ആണ്. 100 kg ആണ് കേട്ടോ. 100 kg. 1 കിൻഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 kg ആണ്. 1 ടെണ്ണോ
1000 kg-ക്കാണ് 1 ടൺ എന്ന് പറയുന്നത് കേട്ടോ. 1 ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1000 kg ആണ്. 1000 kg ആണ് 1 ടൺ എന്ന് പറയുന്നത്. അപ്പോൾ 1 കിൻഡൽ എന്താണ്? 1 കിൻഡൽ അരി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താണ് 100 കിലോ അരി എന്നാണ് ഉദ്ദേശിക്കുന്നത്. 100 കിലോ അരി. അപ്പോൾ 1 ടൺ എന്താണ്? 1000 കിലോ എന്നാണ്. 1 ടൺ 1000 kg ആണ് കേട്ടോ. അപ്പോൾ ഈ ടേബിൾ ഓർത്തിരിക്കുക. ഞാൻ അതിന് കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും അവിടെ വരുന്നില്ല. നിങ്ങൾ എന്തായാലും അത് പഠിച്ചിരിക്കുക. നെക്സ്റ്റ് പ്ലാറ്റിനം 1 കിലോഗ്രാം മാസ് എന്ന് പറയുന്നത് എന്താണെന്നാണ് ഇത്. അപ്പം എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഈ 1 കിലോഗ്രാം മാസം നമുക്ക് നോക്കാം. പ്ലാറ്റിനം 90%, ഇറിഡിയം 10% എന്നിവയുടെ ലോഹസങ്കരം കൊണ്ട് നിർമ്മിച്ച ഫ്രാൻസിലെ അന്താരാഷ്ട്ര അളവുതൂക്ക ബ്യൂറോയിൽ സൂക്ഷിച്ചിട്ടുള്ള ഒരു സിലിണ്ടറിൻ്റെ മാസാണ് 1 കിലോഗ്രാം കേട്ടോ. ഒരു സിലിണ്ടർ ഉണ്ട്. അപ്പം എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്? ഫ്രാൻസിലെ അന്താരാഷ്ട്ര അളവുതൂക്ക ബ്യൂറോയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? അതൊരു ലോഹസങ്കരം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം ഏതൊക്കെ ലോഹസങ്കരങ്ങളാണ്? പ്ലാറ്റിനം 90%. പ്ലാറ്റിനം എന്താണ്? 90%. ഇറിഡിയം എത്രയാണ്? 10%. ഇറിഡിയം 10% കേട്ടോ. അപ്പം പ്ലാറ്റിനം 90%, ഇറിഡിയം 10% എന്നിവ ഉപയോഗിച്ചിട്ടാണ് എന്നിങ്ങനെയുള്ള ലോഹസങ്കരം വെച്ചിട്ടാണ് ഈ സിലിണ്ടർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്? ഫ്രാൻസിലെ അന്താരാഷ്ട്ര അളവുതൂക്ക ബ്യൂറോയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഈ സിലിണ്ടറിൻ്റെ മാസാണ് 1 കിലോഗ്രാം. ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യം ഇത്തരം ന്യൂഡൽഹിയിലെ നാഷണൽ ഫിസിക്കൽ ലബോറട്ടറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഇത് എവിടെയും സൂക്ഷിച്ചിട്ടുണ്ട്? ന്യൂഡൽഹിയിലും സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇതെല്ലാം അളവുതൂക്കമായിട്ട് എടുത്തു പോകുന്നത് കേട്ടോ. പിന്നെ ഒരു നട്ടുച്ച നേരം മുതൽ അടുത്ത നട്ടുച്ച നേരം വരെയുള്ള സമയം എന്താണ്? ഒരു സോളാർ ദിനമാണ് കേട്ടോ. ഒരു സോളാർ ദിനം കേട്ടോ. ഒരു നട്ടുച്ച മുതൽ അടുത്ത നട്ടുച്ച വരെ ഒരു സോളാർ ദിനമാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇമ്പോർട്ടൻറ്റ് പോയിന്റിലേക്ക് വരുവാണ്. ഈ പാഠത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണിത്. ഇതുവരെ പറഞ്ഞതിൽ ആ പാഴ്സെക്കൊക്കെ ഒന്ന് നോക്കിയിരിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. അപ്പം ഇതുവരെ പറഞ്ഞതിൽ വെച്ച് മുമ്പ് പറഞ്ഞതെല്ലാം ഒരുവിധം ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ എന്നാലും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇനി പറയാൻ പോകുന്നത് കേട്ടോ. അടിസ്ഥാന യൂണിറ്റുകൾ എന്താണ്? പരസ്പരം ബന്ധമില്ലാതെ നിലനിൽക്കുന്നതും മറ്റ് അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ പറ്റാത്തതുമായ കേവല അളവുകളാണ് അടിസ്ഥാന യൂണിറ്റുകൾ. എന്നാൽ ഒന്നും നോക്കണ്ട. നമ്മളിങ്ങനെ നോക്കിയാൽ മതി. SI യൂണിറ്റ് ഇതിൻ്റെ ചുരുക്കം എഴുത്തുണ്ട് കേട്ടോ. അടിസ്ഥാന യൂണിറ്റുകളെ ആസ്പദമാക്കിയുള്ള പദ്ധതിയുണ്ട്. അതായതാണ് ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് പറയും. അപ്പം അതായത് SI യൂണിറ്റ് ഓരോന്നിനും ഓരോ SI യൂണിറ്റ് ഉണ്ട് കേട്ടോ. അടിസ്ഥാന അളവുകൾക്കെല്ലാം ഓരോ SI യൂണിറ്റുകളുണ്ട്. അപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് നീളത്തിൻ്റെ SI യൂണിറ്റ് എന്താണ്, മാസിൻ്റെ SI യൂണിറ്റ് എന്താണ്, ടൈമിൻ്റെ SI യൂണിറ്റ് എന്താണ്, ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പം നീളത്തിൻ്റെ SI യൂണിറ്റ് എന്താണ്? മീറ്ററാണ്. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ അടിസ്ഥാന എന്താണ് അളക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? മീറ്റർ വെച്ചിട്ടാണ് കേട്ടോ. അടിസ്ഥാന യൂണിറ്റ് മീറ്ററാണ്. നീളത്തിൻ്റെ മാസിൻ്റെ അടിസ്ഥാന യൂണിറ്റ് എന്താണ്? കിലോഗ്രാം ആണ് കേട്ടോ. മാസിൻ്റെ അടിസ്ഥാന യൂണിറ്റ് കിലോഗ്രാം. ടൈമിൻ്റെയോ? സെക്കൻഡാണ്. ടൈമിൻ്റെ എന്താ? സെക്കൻഡ്. അപ്പം വൈദ്യുത പ്രകാശ തീവ്രതയുടെ എത്രയാണ്? ആംപിയർ ആണ് കേട്ടോ. അപ്പം നമുക്ക് ഇത് രണ്ടും തിരിഞ്ഞു പോകും. ഏതാണ്? വൈദ്യുത പ്രകാശീയ തീവ്രതയാണ് ആംപിയർ. അപ്പം എന്താണ് വേറെ? ഓക്കെ, അങ്ങോട്ട് വരുമ്പോൾ പറയാം കേട്ടോ. വൈദ്യുത പ്രവാഹ തീവ്രതയാണ് ആംപിയർ കേട്ടോ. വൈദ്യുതിൻ്റെ പ്രവാഹ തീവ്രതയാണ് ആംപിയർ. ഓക്കെ. താപനില എന്താണ്? കെൽവിനാണ്. താപനില ഡിഗ്രി സെൽഷ്യസ് ഒന്നും അല്ല. ഏതാണ്? കെൽവിനാണ് കേട്ടോ. കെൽവിൻ. പദാർത്ഥത്തിൻ്റെ അളവ് മോളാണ്. പ്രകാശ തീവ്രത എന്താണ്? ക്യാൻഡിലയാണ് പ്രകാശ തീവ്രത. ഓക്കെ, ക്യാൻഡിലയാണ് പ്രകാശ തീവ്രത. അപ്പം നമ്മളിങ്ങനെ നോക്കിയാൽ ഈ പ്രകാശം കിട്ടുന്നത് എവിടെ നിന്നാണ്? ക്യാൻഡില എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ ക്യാൻഡിലില്ലേ, മെഴുകുതിരി ഇല്ലേ, അപ്പോൾ അതിനകത്തുനിന്ന് പ്രകാശമല്ലേ കിട്ടുന്നത്. പ്രകാശത്തിൻ്റെ തീവ്രത എവിടെ നിന്നാണ് കിട്ടുന്നത്? ക്യാൻഡില. അപ്പം മോൾ എല്ലാവർക്കും കിട്ടുമല്ലോ പദാർത്ഥത്തിൻ്റെ അളവ്. താപനില കെൽവിനാണ് കേട്ടോ. ഡിഗ്രി സെൽഷ്യസ് അല്ല, കെൽവിനാണ്. കെൽവിനാണ് കേട്ടോ. വൈദ്യുത പ്രകാശ തീവ്രത ഏതാണ്? ആംപിയർ ആണ് കേട്ടോ. വൈദ്യുത പ്രവാഹ തീവ്രത എന്താണ്? ആംപിയർ. ബാക്കിയെല്ലാം കിട്ടുമെന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നു. പിന്നെ നെക്സ്റ്റ് നമ്മൾ നോക്കിക്കോ. സാന്ദ്രത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മാസ് ബൈ വ്യാപ്തം. ഓക്കെ. അപ്പം എങ്ങനെയാണ് പറയുന്നത്? മാസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സാധനത്തിൻ്റെ അതിനകത്തുള്ള കണ്ടന്റിനെയാണ് മാസ് എന്ന് പറയുന്നത്. അത് എത്രത്തോളം ഉണ്ട് അതാണ് അത് എത്രത്തോളം ഉണ്ട്? വ്യാപ്തം. സാന്ദ്രത = മാസ് ഡിവൈഡ് ബൈ വ്യാപ്തം. ഓക്കെ. സാന്ദ്രതയുടെ യൂണിറ്റ് എന്താണ്? ചോദിക്കും. സാന്ദ്രതയുടെ യൂണിറ്റ് എന്താണ്? നമ്മുടെ മാസിൻ്റെത് കിലോഗ്രാം അല്ലേ? ഓക്കെ. വ്യാപ്തത്തിൻ്റെത് മീറ്റർ ക്യൂബ് ആണ് കേട്ടോ. വ്യാപ്തം നമ്മൾ പറയത്തില്ലേ, വ്യാപ്തം ഈ ഏരിയ ഒക്കെ പറയത്തില്ലേ, വ്യാപ്തം വോളിയം ഒക്കെ പറയത്തില്ലേ. അപ്പം അതാണ് ഈ വ്യാപ്തം. വോളിയമാണ് വ്യാപ്തം. അപ്പം അതാണ് മീറ്റർ ക്യൂബിലാണ് പറയുന്നത്. അപ്പം കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. എന്താണ് സാന്ദ്രതയുടെ യൂണിറ്റ്? ഏതാണ്? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് കേട്ടോ. മറക്കല്ലേ. സാന്ദ്രതയുടെ യൂണിറ്റ് ഏതാണ്? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്.
അപ്പോൾ അത്രയും കിട്ടിയല്ലോ. ഇനി ഇത് നോക്കിക്കേ, ഇതും നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ഉള്ളതാണ്. പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൻ്റെ ഏതാണ് യൂണിറ്റ് വരുന്നത്? പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ ഏതാണ് യൂണിറ്റ് വരുന്നത്? ഏതാണ്? വോൾട്ടാണ് കേട്ടോ. വോൾട്ടാണ് യൂണിറ്റ് വരുന്നത്, വോൾട്ടാണ്. അതുപോലെ മർദ്ദത്തിൻ്റെ യൂണിറ്റ് വരുന്നത് ഏതാണ്? മർദ്ദത്തിൻ്റെ യൂണിറ്റ് ഏതാണ്? പാസ്കലാണ്. മർദ്ദത്തിൻ്റെ യൂണിറ്റ് പാസ്കൽ, PA എന്ന് പറയും. മർദ്ദത്തിൻ്റെ യൂണിറ്റ് പാസ്കലാണ് കേട്ടോ. അപ്പം ബലത്തിൻ്റെ യൂണിറ്റ് എന്താണ്? ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. അതറിയാമല്ലോ, ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പം ഈ ഒരു പാഠം കഴിഞ്ഞല്ലോ, നമുക്ക് മനസ്സിലായല്ലോ. ഈ പാഠം നിങ്ങൾക്ക് ഓക്കെ ആണല്ലോ. നമ്മൾ ഈ പാഠത്തിന് മെയിനായിട്ട് പഠിക്കാനുള്ള ഇത്രയും, അതായത് ഈ ബോക്സ് ആണ് കേട്ടോ. ഈ ബോക്സ്, അതായത് ഇതിൻ്റെയൊക്കെ SI യൂണിറ്റ്സ് ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ ക്ലിയർ ആയെന്ന് കരുതുന്നു. ഞാൻ നെക്സ്റ്റ് ചാപ്റ്റർ നമുക്ക് ചലനമാണ് വരുന്നത് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. നമുക്ക് നോക്കാം. ഒരു വസ്തുവിൻ്റെ ചലനാവസ്ഥയിലോ നിശ്ചലനാവസ്ഥയിലോ പ്രതിപാദിക്കാൻ നാം ഏതൊരു വസ്തുവിനെയാണോ അടിസ്ഥാനമാക്കിയിരിക്കുന്നത് ആ വസ്തുവാണ് അവലംബക വസ്തു. അറിയാമല്ലോ, നമ്മളിപ്പോൾ ചലിക്കുന്നു അല്ലെങ്കിൽ നിശ്ചലാവസ്ഥയിലിരിക്കുന്നു എന്നൊക്കെ പറയുമ്പം ഒരു വസ്തുവിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ പറയുന്നത്. ആ വസ്തുവാണ് റെഫറൻസ് ബോഡി കേട്ടോ, അവലംബക വസ്തു എന്ന് പറയുന്നത്. ഇപ്പം ബസ് ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിനകത്ത് ഇരിക്കുന്ന ഒരാൾ ഓടിക്കൊണ്ട്, പക്ഷെ അയാൾ എപ്പോഴും റെസ്റ്റിലാണ്, അയാൾ എപ്പോഴും നിശ്ചലാവസ്ഥയിലാണ്. പക്ഷെ ബസ്സല്ലേ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബസ്സിൻ്റെ കേസിൽ എടുത്തു കഴിഞ്ഞാൽ അയാൾ നടക്കില്ലല്ലോ, അയാൾ ഒരിടത്ത് ഇരിക്കുമല്ലേ, അയാൾ റെസ്റ്റിലാണ്. അപ്പം അങ്ങനെ, പക്ഷെ അല്ലാതെ നോക്കുമ്പോഴോ അയാൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. പുറത്തുനിന്ന് നോക്കുമ്പോൾ അയാൾ ബസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം അങ്ങനെ തോന്നും. അപ്പം അങ്ങനെ നമ്മൾ ഏതിനെയാണോ ആധാരമാക്കി എടുക്കുന്നത് അതിനെയാണ് റെഫറൻസ് ബോഡി എന്ന് പറയുന്നത് കേട്ടോ. അങ്ങോട്ട് വരുമ്പം അതിനകത്ത് കൂടുതലായിട്ട് പറയാനുണ്ട്. അപ്പം നമുക്ക് പറയാം. അപ്പം നമുക്ക് നോക്കാം. ദൂരവും സ്ഥാനാന്തരവും. സഞ്ചരിച്ച പാതയുടെ നീളമാണ് ദൂരം എന്ന് പറയുന്നത്. ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഒരു ദൂരം, എയിൽ നിന്ന് ബിയിലോട്ടുള്ള ഒരു ദൂരത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇങ്ങോട്ടുള്ള അകലത്തെയാണ് നമ്മൾ ദൂരം എന്ന് പറയുന്നത്. ഇനി സ്ഥാനാന്തരണം അഥവാ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യ സ്ഥാനത്ത് നിന്നും അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖ രൂപമാണ്. നമുക്ക് ഈ എയിൽ നിന്നും ഇതുണ്ടോ, എയിൽ നിന്ന് ബിയിലോട്ട് ഇങ്ങനെ പോകാമല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോവാം. അപ്പം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ് കേട്ടോ. ഇതൊക്കെ പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ്, ഇതും ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, പക്ഷേ ഇതോ ഈ നേർരേഖയിലൂടെ മാത്രമേ എയിൽ നിന്ന് ബിയിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ ആണല്ലോ. അപ്പം ഇതാണ് ഡിസ്പ്ലേസ്മെന്റ്, ഇത് ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റും ഡിസ്റ്റൻസും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. അപ്പം എങ്ങനെ വേണമെങ്കിലും ഡിസ്റ്റൻസിന് എത്താം, അതാണ് ഡിസ്റ്റൻസ്. പക്ഷെ നേർരേഖയിലുള്ള ഇതാണ് ഒരിടത്തുനിന്ന് മറ്റൊരിടത്തോട്ട് പോകുന്നതാണ് ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ ആണേ. അപ്പം അതാണ് ഇവിടെ പറയുന്നത്. ആദ്യ സ്ഥലത്ത് നിന്നും അന്ത്യസ്ഥലത്തേക്കുള്ള നേർരേഖാ ദൂരമാണ് സ്ഥാനാന്തരം. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ്. ഇനി ഡിസ്പ്ലേസ്മെന്റ് ആണ് സ്ഥാനാന്തരം എന്ന് പറയുന്നത്. സ്ഥാനാന്തരത്തിന് ദിശയും പരിമാണവും ഉണ്ട്. സ്ഥാനാന്തരത്തിന് എന്തുണ്ട്? ദിശയുണ്ട്, ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ഒരു അളവുണ്ട്. പക്ഷേ നമ്മുടെ ഡിസ്റ്റൻസ് നോക്കിയാൽ ഇതിന് ദിശയുണ്ടോ? ഇത് ഇങ്ങോട്ട് പോയി പിന്നെ ഇങ്ങോട്ട് വന്ന് ഇത് എങ്ങനെയായും വേണമെങ്കിലും പോകും. അപ്പോൾ ഡിസ്റ്റൻസിന് നമുക്ക് നമുക്ക് ഇതില്ല, ഒരു ദിശയും ഇല്ല, ഒരു പരിമാണവും ഇല്ല കേട്ടോ. അപ്പം ഒരു അളവും ഇല്ല, പരിമാണവും ഇല്ല, അതായത് അളവൊന്നും ഇല്ല നമ്മുടെ ഡിസ്റ്റൻസിന്. പക്ഷേ സ്ഥാനാന്തരത്തിന് എന്തുണ്ട്? ദിശയുമുണ്ട്, പരിമാണവുമുണ്ട്. അതുകൊണ്ടാണ് അതൊരു സദിശ അളവാണെന്ന് പറയുന്നത് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സദിശ അളവാണെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സദിശ അളവാന്ന് പറയാൻ കാരണം എന്താണ്? ഒരു ദിശ എങ്ങോട്ടാണ് പോകുന്നതെന്നൊരു ദിശ ഉണ്ടാവും. എവിടെ തൊട്ട് എവിടെ വരെ ആണെന്നുള്ള ഒരു 5 കിലോമീറ്റർ അങ്ങനെ ഒരു അളവും ഉണ്ടായിരിക്കും കേട്ടോ. ആ അളവ് ഉണ്ടെങ്കിലും ദിശ ഉണ്ടെങ്കിലും നമുക്ക് പറയാം ഇതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആണെന്ന് പറയാം. വെക്ടർ എന്ന് പറഞ്ഞാൽ സദിശ അളവാന്ന് പറയാം കേട്ടോ. അപ്പം നിങ്ങൾ നോക്കിയാൽ ഈ സ്ഥാനാന്തരം എന്ന് പറയുന്നത് കണ്ടോ, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന ഒരു സദിശ അളവല്ലേ. കാരണം ഇതിന് എങ്ങോട്ടാ പോകുന്നതെന്നൊരു ഇതുകൊണ്ട് എവിടുന്ന് എത്ര സെന്റിമീറ്റർ എത്ര ഇതാണെന്നും അറിയാം. പക്ഷേ ഇത് നോക്കിയാൽ ഇത് ഇങ്ങോട്ട് പോയി. അപ്പം ഇതിനൊരു അളവും ഇല്ല, ഇതിനെന്താണ് ഒരു ഡയറക്ഷനും ഇല്ല. ഓക്കെ, അതുകൊണ്ട് ഇത് അദിശ അളവാണ് കേട്ടോ. ഇത് സദിശ അളവ്. ഡിസ്പ്ലേസ്മെന്റ് ഒരു സദിശ അളവും ഡിസ്റ്റൻസ് ഒരു അദിശ അളവുമാണ് കേട്ടോ. അപ്പം സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്. സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ. അപ്പം നെക്സ്റ്റ് നമുക്ക് നോക്കിക്കേ. ഒരു വസ്തു ഒരു സ്ഥാനത്ത് നിന്ന് മറ്റൊരു സ്ഥാനത്തേക്ക് ഏത് പാതയിലൂടെ സഞ്ചരിച്ചാലും ആദ്യ സ്ഥാനവും അന്ത്യസ്ഥാനവും തമ്മിലുള്ള നേർരേഖ രൂപമാണ് സ്ഥാനാന്തരണം. ഞാൻ ഓൾറെഡി പറഞ്ഞു. അതുപോലെ തന്നെ സദിശ അളവ് എന്താണെന്ന് ഞാൻ പറഞ്ഞു, അദിശ അളവ് എന്താണെന്ന് പറഞ്ഞു. ഇതൊന്നും ഇല്ലാത്തതാണ് അദിശ അളവ്. ഓക്കെ, അപ്പോൾ ഞാൻ എക്സാമ്പിൾസ് ആണ് എക്സാമിന് ചോദിക്കുന്നത്. എന്താണ്? സ്ഥാനാന്തരണം തന്നിട്ട് അത് സദിശ അളവാണോ അദിശ അളവാണോ എന്ന് ചോദിക്കും. സ്ഥാനാന്തരണം ഞാൻ പറഞ്ഞു, അതെന്താണ്? സദിശ അളവാണ്. പ്രവേഗം ഒരു സദിശ അളവാണ്. കാരണം പ്രവേഗം എന്ന് പറയുന്നത് ഈ സ്ഥാനാന്തരണം ഡിവൈഡഡ് ബൈ ടൈം ആണ്. അപ്പം അതായത് ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം ആണ് നമ്മുടെ എന്താണ്? പ്രവേഗം എന്ന് പറയുന്നത്. പ്രവേഗം.
വെലോസിറ്റി ആണ് കേട്ടോ. വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ചെയ്യും. പക്ഷെ മറ്റേതോ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ് എന്താണ് സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ പറഞ്ഞേ, ഈ ഡിസ്റ്റൻസിന് എന്താണ്, ഇതൊരു അതിശ അളവോ സദിശ അളവോ ഡിസ്റ്റൻസ്? അതിശോ സദിശോ? സദിശോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഉണ്ട്, അതിശോ എന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ല. അപ്പോൾ ഡിസ്റ്റൻസിന് ഒന്നും ഇല്ല അല്ലേ, ഇങ്ങനെ വളഞ്ഞ് ചെറിഞ്ഞ് പോകില്ലേ, അപ്പോൾ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഈ സ്പീഡും എന്താണ്, ഒരു അതിശ അളവാണ് കേട്ടോ, അതിശ അളവാണ്. പക്ഷേ ഇതോ ഒരു സദിശ അളവാണ്, കാരണം ഡിസ്പ്ലേസ്മെൻറ്റും അല്ലേ ഉള്ളത് കൂടെ. അപ്പോൾ എന്താണ്, ഇതൊരു സദിശ അളവാണ്. അതുകൊണ്ടാണ് നമ്മുടെ പ്രവേഗം എന്ന് പറയുന്ന വെലോസിറ്റി എന്ന് പറയുന്ന എന്താണ്, സ്ഥാനാന്തരത്തെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇയാൾ എന്താണ്, സദിശ അളവാണ്, സദിശ. അതുപോലെ തന്നെ ത്വരണവും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഈ പ്രവേഗത്തെയാണ് ത്വരണവും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സദിശ അളവാണ്. ഓക്കെ, ബലം ഒന്ന് നോക്കിക്കേ. ബലം എങ്ങോട്ട് തെള്ളുന്നു എന്നുള്ളത് നമുക്കറിയാലോ, അങ്ങോട്ട് തെള്ളുന്നോ ഇങ്ങോട്ട് തെള്ളുന്നോ എല്ലാം നമുക്ക് ഒരു ഡയറക്ഷൻ ഉണ്ട് അല്ലേ, ഡയറക്ഷൻ ഉണ്ട്. അപ്പോൾ ഡയറക്ഷൻ ഉണ്ടെങ്കിൽ അതെന്താണ്, സദിശ അളവാണ്. ഭാരം എന്ന് പറയുന്നതും ഒരു സദിശ അളവാണ്. അത് ഓർത്ത് വെച്ചേക്കോട്ടെ, ഭാരം തെറ്റിപ്പോരെ. ഭാരം എന്ന് പറയുന്ന ഒരു സദിശ അളവാണ് കേട്ടോ. അപ്പം അതുപോലെ തന്നെ അതിശ അളവിന് എക്സാമ്പിൾ കണ്ടോ, നീളം എന്ന് പറയുന്ന ഒരു അതിശ അളവാണ്. ദൂരം ഞാൻ പറഞ്ഞല്ലോ ഡിസ്റ്റൻസ് മുമ്പേ. അപ്പോൾ അതൊരു അതിശ അളവാണ്. വ്യാപ്തം ഒരു അതിശ അളവാണ്. സാന്ദ്രത ഒരു അതിശ അളവാണ്. മാസ് ഒരു അതിശ അളവാണ്. വേഗത സ്പീഡ് ഞാൻ പറഞ്ഞല്ലോ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം ആണ്. അപ്പോൾ ഏതാണ്, അത് ഒരു അതിശ അളവാണ്. മനസ്സിലായിന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഡയറക്ഷനും അല്ലെങ്കിൽ എന്താണ്, ഡയറക്ഷനും വേണം, അതിൻ്റെ എത്ര ആണെന്നും വേണം കേട്ടോ, അതിൻ്റെ പരിമാണവും വേണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്താവത്തുള്ളൂ, രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് സദിശ അളവാവത്തുള്ളൂ. ഇല്ലാത്തതെല്ലാം അതിശ അളവാണ്. ഓക്കെ ആണേ, മനസ്സിലായിന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമ്മുടെ ഇത് നോക്കിയേ, ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു നമ്മുടെ എന്താണ് പറഞ്ഞ റെഫറൻസ് ബോഡി അനുസരിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞായിരുന്നു. ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിലെ യാത്രക്കാരൻ്റെ ബസ്സിനെ അപേക്ഷിച്ച് നിശ്ചലാവസ്ഥയിലാണ്, പക്ഷേ റോഡിനെ അപേക്ഷിച്ചോ ചലനാവസ്ഥയിലാണ്. കണ്ടോ, മേഞ്ഞ് നടക്കുന്ന പശുവിൻ്റെ പുറത്തിരിക്കുന്ന കാക്ക പശുവിനെ അപേക്ഷിച്ച് നിശ്ചലാവസ്ഥയിലാണ് ആ കാക്ക പശുവിൻ്റെ മേളിയിരിക്കുന്നത്. പക്ഷേ തറയെ അപേക്ഷിച്ചോ ചലനാവസ്ഥയിലാണ് അല്ലേ, പശു നടന്നുകൊണ്ടിരിക്കുമല്ലേ, അപ്പോൾ ചലനാവസ്ഥയിലാണ് തറയെ അപേക്ഷിച്ച്. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ പോകുന്നത്. ഇവിടുന്ന് വലിയ ക്വസ്റ്റ്യൻ വരുന്നില്ല, പക്ഷേ നമ്മുടെ അതിശ അളവിനും സദിശ അളവിനും ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിച്ചിരിക്കണം. ഇനി നെക്സ്റ്റ് നോക്കിക്കേ, സ്ഥാനാന്തരണം. ഇത് ഞാൻ പറഞ്ഞു തന്നതുപോലെ തന്നെ ഉള്ളൂ, ദൂരവും സ്ഥാനാന്തരണവും. ഓക്കെ, അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി വേഗവും പ്രവേഗവും അത് നമുക്ക് നോക്കാം. യൂണിറ്റ് സമയം കൊണ്ട് സഞ്ചരിച്ച ദൂരമാണ് എന്താണ് വേഗം എന്ന് പറയുന്നത്. ഒരു യൂണിറ്റ് സമയം കൊണ്ട് സഞ്ചരിച്ച ദൂരം, എത്ര ദൂരം സഞ്ചരിക്കുന്നു, ഒരു യൂണിറ്റ് സമയം കൊണ്ട് സഞ്ചരിച്ച ദൂരമാണ് സ്പീഡ് എന്ന് പറയുന്നത്. പക്ഷേ ഒരു യൂണിറ്റ് സമയത്തിലുണ്ടായ സ്ഥാനാന്തരമാണ് വേഗം എന്ന് പറയുന്നത്. ഒരു ജസ്റ്റ് ഒരു സമയം കൊണ്ട് ഇവിടെ നിന്ന് ഇവിടെ വരെ സഞ്ചരിച്ചു, അത് ഡിസ്പ്ലേസ്മെൻ്റ് അല്ലേ. അപ്പം അങ്ങനെ സഞ്ചരിച്ചു, ഒരു സ്ഥാനാന്തരണം. അപ്പം അങ്ങനെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ആ സഞ്ചരിക്കുന്നതിനെ നമ്മൾ എന്താണ് പറയുന്നത്, വെലോസിറ്റി എന്നാണ് പറയുന്നത്, പ്രവേഗം. പക്ഷേ ഇവിടുന്ന് ഇവിടെ വരെ സഞ്ചരിച്ച ആ ഒരു സ്പീഡ് ഉണ്ടല്ലോ, ആ ഒരു ഇതുണ്ടല്ലോ, അതിന് നമ്മൾ സ്പീഡ് എന്നാണ് പറയുന്നത്. കാരണം എന്താണ്, ഈ ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഈ സ്പീഡ് വരുന്നത്, പക്ഷേ ഡിസ്പ്ലേസ്മെന്റിനെ ഡിപ്പെൻഡ് ചെയ്താണ് പ്രവേഗം വരുന്നത്. മനസ്സിലായോ? അപ്പം എങ്ങനെയാണ് നമ്മൾ ഡിസ്റ്റൻസ്, അതെ, യൂണിറ്റ് സമയം കൊണ്ട് സഞ്ചരിച്ച ദൂരം ഡിസ്റ്റൻസ് ആണ് വേഗം സ്പീഡ് എന്ന് പറയുന്നത്. പക്ഷേ യൂണിറ്റ് സമയത്തിലുണ്ടാകുന്ന സ്ഥാനാന്തരണം നേർരേഖയിലാണ് അത് പോകുന്നത്, അതാണ് വെലോസിറ്റി. മനസ്സിലായോ? അത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവും. ഇത് ഡിസ്റ്റൻസ് ആണ്, വളഞ്ഞും ചലിഞ്ഞും ഇങ്ങനെ പോകുന്ന ഡിസ്റ്റൻസ് ആണ് കേട്ടോ. അതാണ് നമ്മുടെ വേഗം എന്ന് പറയുന്നത് യൂണിറ്റ് സമയം കൊണ്ട്. പക്ഷെ മറ്റേതോ നേർരേഖയിൽ ഇവിടുന്ന് അവിടെ വരെ നേർരേഖയിൽ പോകുന്ന ഇതിനെ പറയുന്ന പേരാണ് പ്രവേഗം എന്ന് പറയുന്നത് കേട്ടോ. അപ്പം അത് ഓർത്തിരിക്കുക. പിന്നെന്താണ് വേഗത്തിൻ്റെ കണ്ടോ, ദൂരം ബൈ ടൈം അല്ലേ, വേഗത്തിൻ്റെ ദൂരം ബൈ ടൈം. ഇനി വേഗതയുടെ യൂണിറ്റ് എന്താണ്, ദൂരത്തിൻ്റെ എന്താണ് ഞാൻ പറഞ്ഞത്, ദൂരം അളക്കുന്ന അടിസ്ഥാന യൂണിറ്റ് ഏതാണ്, മീറ്റർ. അപ്പം മീറ്ററും സമയം, അതായത് ദൂരം ബൈ സമയം എന്നല്ലേ പറയുന്നത്. അപ്പം മീറ്റർ പെർ ദൂരത്തിൻ്റെ മീറ്റർ പെർ സമയത്തിൻ്റെ എന്താണ് സെക്കൻഡ്. അപ്പം മീറ്റർ പെർ സെക്കൻഡ് അല്ലേ വേഗതയുടേത്, മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ ആണ്. ഇനി പ്രവേഗം നോക്കേ, സ്ഥാനാന്തരം ബൈ സമയമാണ്, സമയം. അപ്പോൾ പ്രവേഗത്തിൻ്റെ യൂണിറ്റ് എന്താണ്, മീറ്റർ പെർ സെക്കൻഡ്. അത് മീറ്റർ പെർ സെക്കൻഡ് ആണ്. സ്ഥാനാന്തരണം നമ്മൾ മീറ്ററിലാണ് പറയുന്നത് അല്ലേ, ദൂരമല്ലേ, അത് അങ്ങോട്ട് പോകുന്നൊരു ഒരു ദൂരമല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ഥാനാന്തരണവും മീറ്ററിലാണ് പറയുന്നത്, സമയത്തിന് സെക്കൻഡ്. അപ്പോൾ മീറ്റർ പെർ സെക്കൻഡ്, ഇതിന് രണ്ടിൻ്റെ മീറ്റർ പെർ സെക്കൻഡ് ആണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നോക്കാം സമവേഗവും അസമവേഗവും നോക്കാം. അതെന്താണ്, ചലനത്തിലുള്ള ഒരു വസ്തു തുല്യ സമയ ഇടവേളകളിൽ തുല്യ ദൂരമാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ആ വസ്തുവിൻ്റെ വേഗമാണ് സമവേഗം. ചലനത്തിലിരിക്കുന്ന ഒരു വസ്തു തുല്യ സമയം ഇടവേളകളിൽ തുല്യ ദൂരമാണ് സഞ്ചരിക്കുന്നത്. അതായത് ഇവിടുന്ന് ഇവിടെ വരാൻ ഇപ്പോൾ 1 സെക്കൻഡ് എടുത്തു, ഇതൊരു 100 മീറ്റർ ആണെന്ന് വെച്ചോ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇതൊരു 100 മീറ്റർ ആണെന്ന് വെച്ചോ. ഇവിടുന്ന് ഇവിടെ വരെ 1 സെക്കൻഡ് എടുത്തു, അതായത് ഇവിടുന്ന് ഇവിടെ വരെ 1 സെക്കൻഡ് എടുത്തു, 100 മീറ്റർ ആണ്.
ഓക്കെ. അപ്പം വീണ്ടും ഇത് സഞ്ചരിച്ചു, ഇത് 2 സെക്കൻഡ്, ഇത് 100 മീറ്റർ. അപ്പോൾ അങ്ങനെ കറക്റ്റായിട്ടുള്ള ഇൻ്റർവെല്ലുകളിൽ കറക്റ്റായിട്ടുള്ള ടൈം കൊടുക്കുന്നു, കറക്റ്റായിട്ടുള്ള എന്താണ് ഡിസ്റ്റൻസ് കൊടുക്കുന്നു. അപ്പം ചലനത്തിലുള്ള ഒരു വസ്തു തുല്യ സമയ ഇടവേളകളിൽ തുല്യ ദൂരമാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ഇതിന് ആ വസ്തുവിൻ്റെ വേഗം എന്താണ്? അപ്പോൾ ഈ വസ്തു പോകുന്നത് എങ്ങനെയാണ്? ഈ വസ്തു പോകുന്നത് എങ്ങനെയാണ്? സമവേഗം. ഈ വസ്തു പോകുന്നത് എങ്ങനെയാണ്? സമവേഗത്തിലാണ് പോകുന്നത്. കറക്റ്റായിട്ടാണ് പോകുന്നത്. കറക്റ്റ് ഇൻ്റർവെല്ലിൽ കറക്റ്റ് ദൂരം സഞ്ചരിച്ചാണ് പോകുന്നത്. അതിനെയാണ് യൂണിഫോം സ്പീഡ് അഥവാ സമവേഗം എന്ന് പറയുന്നത്. ഓക്കെ. ഇനി തുല്യ സമയ ഇടവേളകളിൽ തുല്യ ദൂരമല്ല സഞ്ചരിക്കുന്നതെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പം ഇവിടുന്ന് ഇവിടെ വരെ പോയി, അതൊരു 200 മീറ്റർ ആയിരുന്നു പോയത്. ഓക്കെ, 1 സെക്കൻഡിൽ. പിന്നെ എന്തോ ഇത് ഇവിടുന്ന് ഇവിടെ വരെ പോയി, അത് 100 മീറ്ററാണ് പോയത്, പക്ഷെ അത് 2 സെക്കൻഡ് കൊണ്ട്. അങ്ങനെയൊക്കെ വളരെ ഇറഗുലറായിട്ട് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് അസമവേഗം എന്ന് പറയുന്നത്. ഓക്കെ, മറ്റേ സമവേഗമാണ്, ഇത് അസമവേഗമാണ്. വാഹനത്തിൻ്റെ വേഗം അളക്കുന്ന ഉപകരണം ഏതാണ്? സ്പീഡോമീറ്റർ. എല്ലാവർക്കും അറിയാലോ വാഹനത്തിൻ്റെ വേഗം അളക്കുന്ന ഉപകരണം ഏതാണ്? സ്പീഡോമീറ്റർ. ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല, നിങ്ങളെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. വാഹനങ്ങൾ സഞ്ചരിച്ച വേഗം നിർണ്ണയിക്കുന്നത് ശരാശരി വേഗം കണക്കാക്കിയാണ് കേട്ടോ. വാഹനത്തിന് വേഗം നിശ്ചയിക്കുന്നത് എങ്ങനെയാണ്? ശരാശരി വേഗം കണക്കാക്കിയാണ്. ഓക്കെ, ശരാശരി വേഗം നമുക്ക് നോക്കാം. സഞ്ചരിച്ച ആകെ ദൂരം എടുക്കണം. നമുക്കറിയാമല്ലോ മൊത്തത്തിലുള്ള ടോട്ടലെ ഡിവൈഡഡ് ബൈ എന്താണ് നമ്മൾ പറയുന്നത്? ശരാശരി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നറിയാലോ? സഞ്ചരിച്ച ആകെ ദൂരം ഡിവൈഡ് ബൈ സഞ്ചരിക്കാനെടുത്ത ആകെ ടൈമാണ് അല്ലേ? അപ്പം നമുക്കറിയാമല്ലോ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈമാണ് എന്താണ് വേഗം. സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. എത്ര ദൂരം എത്ര ടൈമിൽ എത്ര ദൂരം സഞ്ചരിച്ചു എന്നുള്ളതാണ് അല്ലേ? അപ്പം ആ ഡിസ്റ്റൻസ് ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈമാണ്. ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈമാണ്. അപ്പോൾ എന്താണ്? സഞ്ചരിച്ച ആകെ ദൂരം ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സഞ്ചരിക്കാനെടുത്ത ആകെ സമയം ടോട്ടൽ ടൈം. ഓക്കെ, അപ്പം ശരാശരി വേഗം ശരാശരി കണ്ടുപിടിക്കാനാണ് കേട്ടോ. അപ്പം അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, അപ്പം ഇനി നോക്കിക്കേ, ഈ സമപ്രവേഗമുണ്ട് അസമപ്രവേഗമുണ്ട്. അതും യൂഷ്വലി നിങ്ങളിപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ പ്രവേഗവും സ്പീഡും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞല്ലോ. ഒന്ന് ഡിസ്റ്റൻസ് ആയിരിക്കും, ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം ആയിരിക്കും. മറ്റേന്താ? ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം ആയിരിക്കും. നേർരേഖയിലുള്ള ചലനമായിരിക്കും അല്ലേ? നേർരേഖയിലുള്ള എങ്ങനെ പോകുന്നതായിരിക്കും? ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ്, അതാണ് പ്രവേഗം. അപ്പം ആ പ്രവേഗവും ഈ സെയിം തന്നെ. ഒരു വസ്തുവിൻ്റെ സ്ഥാനാന്തരത്തിൻ്റെ അളവ് തുല്യ സമയ ഇടവേളകളിൽ തുല്യമായിരിക്കുകയും ഒരേ ദിശയിൽ സഞ്ചരിക്കുകയും ചെയ്യുമ്പോൾ ആ വസ്തു സമപ്രവേഗത്തിലാണ്. എന്താണ്? ഒരു വസ്തുവിൻ്റെ സ്ഥാനാന്തരം ഇവിടെ മറ്റേത് എന്താണ്? ഇവിടെ ഏതായിരുന്നു പറഞ്ഞത്? സ്ഥാനാന്തരം അല്ല പറഞ്ഞത്, ഇവിടെ ഡിസ്റ്റൻസ് ആയിരുന്നു പറഞ്ഞത് അല്ലേ? ഡിസ്റ്റൻസ് ആയിരുന്നു പറഞ്ഞത്, പക്ഷേ ദൂരം എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ എന്താ പറയുന്നത്? ഒരു വസ്തുവിൻ്റെ സ്ഥാനാന്തരത്തിൻ്റെ അളവ് തുല്യ സമയ ഇടവേളകളിൽ തുല്യമായിരിക്കുകയും, അതായത് ഓരോ ഇടവേളയിലും ഓരോന്നായിരിക്കുകയും ഒരേ ദിശയിൽ സഞ്ചരിക്കുകയും ചെയ്യുമ്പോഴാണ് അസമപ്രവേഗമാവുന്നത് കേട്ടോ. അപ്പോൾ ഡിസ്റ്റൻസ് വരുമ്പോൾ ഞാൻ പറയട്ടെ, ഇത് ഞാൻ മുമ്പ് വരച്ചു തന്നത് ഞാൻ ഒന്ന് പറയുവാണ്. ഞാനത് എന്തായാലും ഇത് നോക്കിക്കോ. ഡിസ്റ്റൻസ് മുമ്പ് പറഞ്ഞ എന്താ? അസമപ്രവേഗം പറഞ്ഞില്ലേ? നമ്മളിപ്പോൾ ഇങ്ങനെ പോകാമെന്ന് വെച്ചോ, എയിൽ നിന്ന് ബിയിലോട്ട് ഇങ്ങനെ ചരിഞ്ഞിങ്ങനെ വളഞ്ഞു പോവാണ്. അതേ 100 മീറ്റർ തന്നെയാണ് ഇങ്ങനെയും പോയെന്ന് വെച്ചോ സിയിലോട്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല, എങ്കിലും ഒന്ന് നോക്കിക്കോ. എയിൽ നിന്ന് ബിയിലോട്ട് നമുക്ക് സ്ട്രെയിറ്റ് ലൈനിലല്ല പോയത്, സ്ട്രെയിറ്റ് ലൈനിലല്ല, വളഞ്ഞു തിരിഞ്ഞാണ് പോയത് ബിയിലോട്ട്. ഓക്കെ, ബിയിൽ നിന്ന് സിയിലോട്ടും വളഞ്ഞു തിരിഞ്ഞാണ് പോയത്, പക്ഷേ സെയിം മീറ്ററാണ്, 100 മീറ്റർ തന്നെയാണ് കേട്ടോ. പക്ഷേ എടുത്ത സമയവും എന്താണ്? അതായത് ഒരു സെക്കൻഡിൽ പോയി എന്ന് വെച്ചാൽ ചുമ്മാ പറയുകയാണെ, 1 സെക്കൻഡിൽ പോയി, ഇതും 1 സെക്കൻഡിൽ പോയി. ബിന്ന് സിയിലോട്ട് 1 സെക്കൻഡിൽ പോയി. കണ്ടോ? ഡിസ്റ്റൻസ് ആണ് ഇവിടെ വേറെ. അതായത് ഇവിടെ സ്ട്രെയിറ്റ് ലൈനിലല്ല ഇവർ പോയത്, ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ അല്ലാതെ ഇതാണ് പറയുന്നത് എന്താണ് പറഞ്ഞേ? സമപ്രവേഗമാണോ സമവേഗമാണോ? സമവേഗമാണ് കേട്ടോ. അതായത് ഇവിടെ ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്താൽ പറയുന്നത്, ഡിസ്റ്റൻസും ബൈ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്താൽ പറയുന്നത്. ഇനി മറ്റേതാണെങ്കിലോ കറക്റ്റ് ഡയറക്ഷനും വേണം, പിന്നെ എയിന്ന് ബിയിലോട്ട് കണ്ടോ സ്ട്രെയിറ്റ് ലൈനിലായിരിക്കണം പോകേണ്ടത്, സ്ട്രെയിറ്റ് ലൈനിലോട്ടായിരിക്കണം പോകേണ്ടത്. ഇത് 100 മീറ്റർ പോയി 1 സെക്കൻഡ് കൊണ്ട്, ഇത് 100 മീറ്റർ പോയി 1 സെക്കൻഡ് കൊണ്ട്. അത് സ്ട്രെയിറ്റും ആയിരിക്കണം, കറക്റ്റ് ഡയറക്ഷനും പറയണം, എങ്കിൽ മാത്രമേ എന്താവത്തുള്ളൂ? സമപ്രവേഗമാവത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റാണ് അസമപ്രവേഗം. അതായത് എന്താണ്? ഇറഗുലർ ആയിട്ട് വരുന്നതായിരിക്കും അസമപ്രവേഗം. ഓക്കെ, അപ്പം സമപ്രവേഗത്തിൻ്റെത് സംഭവം മനസ്സിലായോ? കാരണം ഡിസ്പ്ലേസ്മെൻറ്റ് ഉപയോഗിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. ഡിസ്പ്ലേസ്മെൻറ്റ് ഉപയോഗിച്ചിട്ടാണ്. ഡിസ്പ്ലേസ്മെൻറ്റിന് എന്തൊക്കെയുണ്ട്? ഡയറക്ഷനും ഉണ്ട്, കറക്റ്റ് അതിൻ്റെ ആ ഒരു ലെങ്തും ഉണ്ട്, കറക്റ്റ് ഡിസ്റ്റൻസും ഉണ്ട് കേട്ടോ. ഡിസ്റ്റൻസ് അല്ല, ആ കറക്റ്റ് എത്ര ആണെന്നുള്ളതും ഉണ്ട്. ഓക്കെ, പരിമാണവും ഉണ്ട്. അപ്പം അങ്ങനെ ഉണ്ട്. അത് വെച്ചിട്ട് പറയുന്നതാണ് സമപ്രവേഗം എന്ന് പറയുന്നത്. ഓക്കെ ആണോ?
പിന്നെ അതായത് ഇനി അടുത്ത എന്താണ്, അസമപ്രമേയവും ഇത് തന്നെയാണ്. നമ്മുടെ അടുത്ത് ചോദിക്കുന്നത് ഈ എക്സാമ്പിൾസ് ആണ് ചോദിക്കുന്നത് കേട്ടോ. എക്സാമ്പിൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്നു എന്നത് എന്താണെന്ന് ചോദിക്കും. എന്താണ്, ഏതിന് എക്സാമ്പിൾ ആണെന്ന് ചോദിക്കും. പ്രവേഗം കാണും, സമപ്രവേഗം കാണും, പിന്നെന്താണ് സമവേഗം കാണും, അസമവേഗം കാണും, എല്ലാം കാണും. നമ്മൾ എന്ത് എഴുതും? പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്നത്. പ്രകാശം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിച്ച് ഒരു സ്ട്രെയിറ്റ് ലൈനിലല്ലേ വരുന്നത്? അതോ വളഞ്ഞും തിരിഞ്ഞൊക്കെയാണോ വരുന്നത്? അല്ല, സ്ട്രെയിറ്റ് ലൈനാണ് വരുന്നത് അല്ലേ? പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിച്ച് നേരെയല്ലേ വരുന്നത്? ഓക്കെ, നേരെയാണ് വരുന്നത്. കറക്റ്റ് യൂണിഫോമിലി അല്ലേ വരുന്നത്? ഒരിടത്ത് കുറച്ച് ദൂരം ഒരു സെക്കൻഡ് കൊണ്ട്, കുറച്ച് സെക്കൻഡ് കൊണ്ട് പോകും, അല്ലെ കുറച്ച്, അങ്ങനെയല്ലല്ലോ വരുന്നത്. കറക്റ്റ് അല്ലേ വരുന്നത് അവിടുന്ന് ഇവിടെ വരെ. അപ്പം പ്രകാശ ശൂന്യതയിലൂടെ പോകുന്നത് എന്തൊരു പ്രവേഗമാണ്? യൂണിഫോം വെലോസിറ്റി ആണ് കേട്ടോ. സമപ്രവേഗമാണ്. ഓക്കെ, ഇനി വേഗം, ദിശ എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് മാറ്റിയാൽ വസ്തുവിൻ്റെ പ്രവേഗം പ്രവേഗത്തിലാവും. അതറിയാമല്ലോ. അത് നേരെ എതിരാണെന്ന് ഓർത്താൽ മതി. നോൺ യൂണിഫോം വെലോസിറ്റി ആണ് കേട്ടോ. അപ്പോൾ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട് നീങ്ങുന്ന ഒരു ട്രെയിൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട് പോകുന്ന ഒരു ട്രെയിൻ നേരെയാണ് പോകുന്നത്. പക്ഷേ നമ്മൾ സ്റ്റേഷനിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് കുറച്ച് അങ്ങോട്ട് പതുക്കെ പോകും, പിന്നെ കുറേ സ്പീഡിൽ പോകും, പിന്നെ കുറച്ച് അടുത്ത സ്റ്റേഷനിൽ എത്തുമ്പോൾ ഒന്ന് പതുക്കെ ആവും. അങ്ങനെ പല ഇതിലാണ് പോകുന്നത്. അന്നേരം അതെന്താണ്? അസമപ്രവേഗമാണ്. പക്ഷേ സ്ട്രെയിറ്റ് ലൈനിലാണ് പോകുന്നത്. അത് എങ്ങോട്ടാന്നുള്ള ഡയറക്ഷനും ഉണ്ട്. ഓക്കെ, സ്ട്രെയിറ്റിലാണ് പോകുന്നത്. പക്ഷേ എന്താണ്, നമുക്കിവിടെ അതിൻ്റെ ഇതിൽ വ്യത്യാസമുണ്ട്. എന്താണ്? ആ ഒരു പ്രവേഗത്തിൽ വ്യത്യാസമുണ്ട്. അതായത് ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ പതുക്കെ പോകും, പിന്നെ അങ്ങോട്ട് ദൂരം സ്പീഡിൽ പോകും, അങ്ങനെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എന്താണ്? അസമപ്രവേഗമാണ്. ഓക്കെ ആണേ? ഇപ്പം ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് അത്രയും പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. എന്താണ്? ഒരു വസ്തു നിശ്ചലാവസ്ഥയിൽ നിന്ന് യാത്ര ആരംഭിക്കുമ്പോൾ നിർബാധം താഴേക്ക് പതിക്കുന്നു. അതിൻ്റെ ആദ്യ പ്രവേഗം എന്തായിരിക്കും? ഇമ്പോർട്ടൻ്റ് ആണ്. പറ. ഒരു വസ്തു നിശ്ചലാവസ്ഥയിൽ നിന്ന് യാത്ര ആരംഭിക്കുകയും നിർബാധം താഴേക്ക് പതിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ആദ്യ പ്രവേഗം എന്തായിരിക്കും? അതായത് നമ്മളൊരു കല്ലെടുത്ത് മുകളിലോട്ട് എറിഞ്ഞു നമ്മൾ. ആ കല്ല് മുകളിൽ ചെന്നിട്ട് ഒരു നിമിഷം ഒന്ന് നിന്ന് കഴിഞ്ഞിട്ടല്ല അത് താഴോട്ട് വീഴത്തുള്ളൂ. അതോ വന്നിട്ട് ഇങ്ങനെ പെട്ടെന്ന് അങ്ങ് താഴോട്ട് വിടും? അല്ല, നമ്മളൊന്ന് എറിഞ്ഞു നോക്കണം. ഒന്ന് എറിഞ്ഞു നോക്കുമ്പോൾ ഈ കല്ല് പ്രവേഗം കൂടി നേർരേഖയിലല്ലേ പോകുന്നത്. അപ്പോൾ പ്രവേഗമാണ്, സ്പീഡല്ല. അപ്പോൾ പ്രവേഗം കൂടി ഇത് മുകളിൽ ചെന്നിട്ടൊന്ന് നിൽക്കും. അപ്പം നിൽക്കുമ്പോൾ എന്താണ്? ഇതിൻ്റെ അന്ത്യപ്രവേഗം എന്ന് പറയുന്നത് 0 ആവും. 0 ആയി കഴിയുമ്പോഴാണ് ഇത് താഴോട്ട് അങ്ങ് വീഴുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു വസ്തു നിശ്ചലാവസ്ഥയിൽ നിന്ന്, ഒരു വസ്തു എൻ്റെ കയ്യിലിരിക്കുമായിരുന്നു നിശ്ചലാവസ്ഥയിൽ നിന്ന്. ഓക്കെ, യാത്ര ആരംഭിക്കുമ്പോഴും അതായത് ഇവിടുന്ന് യാത്ര ആരംഭിക്കുമ്പോൾ ഇതിൻ്റെ എന്താണ്? ഇത് 0 ആണ് കേട്ടോ. അപ്പോൾ ഇത് 0 ആണ്. പക്ഷേ ഇത് ഞാൻ പൊക്കി ഇങ്ങനെ എറിഞ്ഞപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു? അത് മോളിൽ പോയിട്ട് അവിടെ നിന്നു. അപ്പോൾ അതിൻ്റെ അന്ത്യപ്രവേഗവും 0 ആയി കേട്ടോ. അപ്പോൾ 0 ആയി. എന്നിട്ട് എന്താണ്? ആരംഭിക്കുമ്പോഴും നിർബാധം താഴേക്ക് വീഴുമ്പോഴും കേട്ടോ. നിർബാധം താഴേക്ക് വീഴുമ്പോഴും ആദ്യ പ്രവേഗം 0 ആയിരിക്കും. അതാണ് പറയുന്നത് കേട്ടോ. ഒരു വസ്തു നിശ്ചലാവസ്ഥയിലായിരിക്കുമ്പോൾ ആ വസ്തുവിൻ്റെ അന്ത്യപ്രവേഗം എന്താണ്? 0 ആയിരിക്കും കേട്ടോ. ഒരു വസ്തു നിശ്ചലാവസ്ഥയിലായിരിക്കുമ്പോൾ ആ വസ്തുവിൻ്റെ അന്ത്യപ്രവേഗം എന്താണ്? 0 ആയിരിക്കും. അപ്പം നമ്മൾ ഇത്രയും മാത്രം ഓർത്താൽ മതി. നിങ്ങൾ എല്ലാ മുകളിലേക്ക് എറിയുന്ന വസ്തുക്കൾ അതിൻ്റെ സഞ്ചാരപാതയിൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് എത്തുമ്പോൾ അന്ത്യപ്രവേഗം 0 ആയിരിക്കും. ഇതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇതിപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും തുടക്കത്തിൽ ചിലപ്പം എന്താണ്? 0 വരും. പിന്നെ എന്താണ്? മുകളിലോട്ട് ചെന്നിട്ട് ആ കല്ല് അവിടെ നിൽക്കത്തില്ലേ? അപ്പോൾ പ്രവേഗം കൂടി അത് നിന്നിട്ട് അവിടെ ചെന്നിട്ട് അന്ത്യപ്രവേഗം എന്താവും? 0 ആവും. 0 ആയിട്ടാണ് ഇത് താഴേക്ക് വീഴുന്നത്. ഇത് ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. കിട്ടിയവർക്ക് കുഴപ്പമില്ല, മനസ്സിലാവുന്നത്ര മനസ്സിലാക്കിയാൽ മതി കേട്ടോ. കുഴപ്പമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകുമ്പോൾ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമല്ലോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇത് വരുമ്പോൾ ഞാൻ അതൊന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം കേട്ടോ. അപ്പം ഇത് ഒരുവിധം മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, നെക്സ്റ്റ് നോട്ടിക്കൽ മൈലാണ്. ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറഞ്ഞാൽ 1.852 കിലോമീറ്റർ ആണ്. 1.852 കിലോമീറ്റർ ആണ് ഒരു നോട്ടിക്കൽ മൈൽ. ഓക്കെ, ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നോട്ടിക്കൽ മൈൽ 1.852 കിലോമീറ്റർ. ഒരു നോട്ടിക്കൽ മൈൽ 1.852 കിലോമീറ്റർ. 1.852 കിലോമീറ്റർ ആണ് ഒരു നോട്ടിക്കൽ മൈൽ. ഓക്കെ, അപ്പം നെക്സ്റ്റ് നമുക്ക് ത്വരണം കൂടെ പഠിക്കണം കേട്ടോ. അതോടുകൂടി ചാപ്റ്റർ തീരുക. അപ്പോൾ ത്വരണം എന്താണ്? പ്രവേഗ മാറ്റത്തിൻ്റെ നിരക്കാണ് ത്വരണം എന്ന് പറഞ്ഞാൽ. പ്രവേഗമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ത്വരണം മുമ്പേ പറഞ്ഞപ്പം സദിശ അളവാണെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു. പ്രവേഗമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുക. ഡിസ്പ്ലേസ്മെൻറ്റ്, പ്രവേഗം, പിന്നെന്താണ് ത്വരണം, ഇവരെല്ലാം ഒരേ ഗ്യാങ്ങിൽ പെടുന്ന ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ ത്വരണവും നമ്മുടെ പ്രവേഗ മാറ്റത്തിൻ്റെ നിരക്കാണ് ത്വരണം. ത്വരണം ഒരു സദിശ അളവാണ് കണ്ടോ. അത് സദിശ അളവാണ്. പക്ഷെ ഡിസ്റ്റൻസും സ്പീഡും ഒക്കെ എന്താണ്? സദിശ അളവോ അദിശ അളവാണ് കേട്ടോ. അപ്പം ത്വരണവും നമ്മുടെ ഈ പ്രവേഗത്തിൻ്റെ ഇതിൽ വരുന്നതാണ്. ഓക്കെ, അപ്പം ഇതിൻ്റെ യൂണിറ്റ് പഠിച്ചിരിക്കണം കേട്ടോ. എന്താണ്?
മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് കേട്ടോ. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. കാരണം എന്താണ്, നമ്മുടെ ത്വരണത്തിന്റെ ഇക്വേഷൻ നോക്കി, അതിൽ നിന്ന് നമുക്ക് ഇത് യൂണിറ്റിലോട്ട് എത്താൻ പറ്റും. പ്രവേഗ മാറ്റമാണ് കേട്ടോ. ത്വരണം എന്ന് പറഞ്ഞാൽ പ്രവേഗ മാറ്റം, അതായത് അന്ത്യപ്രവേഗം മൈനസ് ആദ്യ പ്രവേഗം. വ്യത്യാസം, പ്രവേഗത്തിന്റെ വ്യത്യാസം. പ്രവേഗത്തിന്റെ അന്ത്യപ്രവേഗം എന്താണ്, അന്ത്യപ്രവേഗം മൈനസ് ആദ്യത്തെ തുടക്കത്തിലുള്ള പ്രവേഗം, പിന്നെ അന്ത്യപ്രവേഗം. അതിൻ്റെ ഒരു ഡിഫറൻസ് ആണ്. അതിൻ്റെ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, ത്വരണം എന്ന് പറയുന്നത് കേട്ടോ. ത്വരണം. ഓക്കെ. അപ്പം എങ്ങനെയാണ്, വി മൈനസ് യു ബൈ ടി. വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അന്ത്യപ്രവേഗം മൈനസ് ആദ്യ പ്രവേഗം ഡിവൈഡഡ് ബൈ ടി ആണ് കേട്ടോ. അപ്പം അതാണ് ഇതിൻ്റെ ഇക്വേഷനായിട്ട് വരുന്നത്. അപ്പം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ നമ്മുടെ ബിയുടെയും ടിയുടെയും ഒക്കെ എന്താണ്, മീറ്ററല്ലേ. അപ്പം ബിയുടെയും യുവിൻ്റെ ഒക്കെ മീറ്ററല്ലേ വരുന്നത്. പ്രവേഗമാറ്റം ഡിവൈഡ് ബൈ ടൈമിൻ്റെ സെക്കൻഡ് അല്ലേ വരുന്നത്. സെക്കൻഡ് സ്ക്വയർ ആണ് കേട്ടോ. ഓർത്ത് വെച്ചോണേ, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് കേട്ടോ. പിന്നെ ഗുരുത്വാകർഷണ ത്വരണത്തിനെ സൂചിപ്പിക്കുന്ന അക്ഷരം ഏതാണ്, ജി ആണ്. ഗുരുത്വാകർഷണ ത്വരണം ഏതാണ്, ജി ആണ്. ഗുരുത്വാകർഷണ ത്വരണം ജി ആണ്. മന്ദീകരണം എന്താണ്, പ്രവേഗം കുറയുന്ന അഥവാ നെഗറ്റീവ് ത്വരണമാണ് മന്ദീകരണം കേട്ടോ. പ്രവേഗം കുറയുന്നതിന് എന്താണ് പറയുന്നത്, മന്ദീകരണം എന്നാണ് പറയുന്നത് കേട്ടോ. നെഗറ്റീവ് ത്വരണം എന്ന് പറയും, അല്ലെങ്കിൽ മന്ദീകരണം എന്ന് പറയും. അതിൻ്റെ യൂണിറ്റ് എന്താണ്, സെയിം തന്നെയാണ്, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ തന്നെയാണ് കേട്ടോ. അപ്പം ഈ പാഠത്തിനകത്ത് ഇത്രയും നമുക്ക് പഠിക്കാനുള്ളൂ. പക്ഷേ നമ്മളോട് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എന്താണ്, ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, നിങ്ങൾ അതിൻ്റെ ആൻസർ പറയണം. പക്ഷേ ഇത് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും ഇതിനകത്തുനിന്ന് വരുന്നത്. പക്ഷേ നമുക്കത് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാനൊരു ക്വസ്റ്റ്യൻ പറയാമേ. ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ. നിശ്ചലാവസ്ഥയിൽ നിന്നും യാത്ര ആരംഭിച്ച് ഒരു കാറിൻ്റെ പ്രവേഗം 8 സെക്കൻഡ് കൊണ്ട് 40 മീറ്റർ പെർ സെക്കൻഡ് ആയി. ഓക്കെ, 40 ആയി മാറിയെങ്കിൽ ത്വരണം എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ്, നിശ്ചലാവസ്ഥയിൽ നിന്ന് യാത്ര ആരംഭിച്ചു. നിശ്ചലാവസ്ഥയിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത്. അപ്പം തന്നെ നമുക്ക് അതിനകത്ത് എന്ത് കിട്ടി, ആദ്യ പ്രവേഗമാണോ കിട്ടിയത്, അന്ത്യപ്രവേഗമാണോ കിട്ടിയത്? നിശ്ചലാവസ്ഥയിൽ നിന്നാണ് ആ യാത്ര ആരംഭിച്ചത്. യാത്ര ആരംഭിച്ചു ഒരു കാറ് നിശ്ചലാവസ്ഥയിൽ നിന്ന് യാത്ര ആരംഭിച്ചു. അപ്പം ആദ്യ പ്രവേഗം 0 ആണ്. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞായിരുന്നു. അപ്പം എന്താണ്, അത് 0 ആണ് കേട്ടോ. നിശ്ചലാവസ്ഥയിൽ നിന്ന് പറയുമ്പോൾ അതിൻ്റെ ആ പ്രവേഗം എന്താണ്, സ്റ്റാർട്ടിങ് പ്രവേഗം 0 ആണ്. അതിങ്ങനെ അനങ്ങാതെ നിൽക്കില്ല. അപ്പം 0. അപ്പം u = 0. u = എന്താണ്, 0 ആണ്. u = 0. ഇനി നമ്മൾ അത് ചെന്നിട്ട് 8 സെക്കൻഡ് കൊണ്ട് അതെന്തായി മാറി, 40 മീറ്റർ പെർ സെക്കൻഡ് ആയി. എന്താണ് 40 മീറ്റർ പ്രവേഗം 8 സെക്കൻഡ് കൊണ്ട് 40 മീറ്റർ ആയി. അപ്പോൾ അതിൻ്റെ അന്ത്യപ്രവേഗം എന്താണ്, 40 മീറ്റർ പെർ സെക്കൻഡ്. നമുക്ക് അന്ത്യപ്രവേഗം v = 40 മീറ്റർ പെർ സെക്കൻഡ്. ടൈം തന്നിട്ടുണ്ട്. ടൈം എന്താണ് തന്നിരിക്കുന്നത്, 8 സെക്കൻഡ് ആണ് തന്നിരിക്കുന്നത്. 8 സെക്കൻഡ് ആണ് തന്നിരിക്കുന്നത് കേട്ടോ. ത്വരണം കണ്ടുപിടിക്കാൻ ഈസി അല്ലേ, ഈസിയാണ്. v മൈനസ് യു ബൈ ടി ആണ്. വിയും തന്നിട്ടുണ്ട്, യുവും തന്നിട്ടുണ്ട്, ടിയും തന്നിട്ടുണ്ട്. പിന്നെ എന്താണ് പ്രശ്നം, എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 40 മൈനസ് 0 മൈനസ് ബൈ 8 = 40/8. എന്താണ്, ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ നമുക്ക് 5 കിട്ടും. ഈസി അല്ലേ ക്വസ്റ്റ്യൻ. പക്ഷേ നമുക്ക് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ പേടിച്ചു പോകും. പക്ഷേ ഒന്നുമില്ല, നമ്മൾ ഇതേ ഉള്ളൂ, അന്ത്യപ്രവേഗവും ആദ്യപ്രവേഗവും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മളങ്ങ് ചെയ്താൽ മാത്രം മതി കേട്ടോ. അപ്പം സിമ്പിൾ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അങ്ങനെ ചെയ്യണം എല്ലാവരും. സിമ്പിൾ ക്വസ്റ്റ്യനെ നമുക്ക് വരത്തുള്ളൂ, നമുക്ക് ഇത്രയും വലുതായിട്ടൊന്നും വരത്തില്ല. അപ്പം എല്ലാവരും ഓർക്കുക, നമ്മൾ ഈ പാഠത്തിനകത്തൊന്ന് പഠിച്ചത് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഞാനൊന്ന് പെട്ടെന്ന് പറയാം. ചലനമാണ് പഠിച്ചത്. ചലനത്തിനകത്ത് എന്താണ് പഠിച്ചത്, ദൂരവും സ്ഥാനാന്തരണവും ഒക്കെ ഏത് ദിശയാണെന്ന് പഠിച്ചു. സദിശളവാണോ അതിശളവാണോ ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പം അത് നമ്മൾ പഠിച്ചു. പിന്നെ എന്താണ് പഠിച്ചത്, സ്പീഡും വെലോസിറ്റി തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ പഠിച്ചു. സ്പീഡാകുമ്പോൾ ഡിസ്റ്റൻസ് വരും, വെലോസിറ്റി ആകുമ്പോൾ എന്താ ഡിസ്പ്ലേസ്മെൻറ്റ് വരും. അത് നമ്മൾ പഠിച്ചു. പിന്നെ സമവേഗവും അസമവേഗവും പഠിച്ചു. സമപ്രവേഗവും അസമപ്രവേഗവും പഠിച്ചു. പിന്നെന്താണ്, ഒരു നോട്ടിക്കൽ മൈൽ 1.852 കിലോമീറ്റർ ആണെന്ന് പഠിച്ചു. പിന്നെ എന്താണ്, ത്വരണം പഠിച്ചു. ത്വരണം എന്താണെന്ന് പഠിച്ചു. പ്രവേഗമാറ്റത്തിൻ്റെ നിരക്ക് v മൈനസ് യു ബൈ ടി ആണ് കേട്ടോ. അത് നമ്മൾ പഠിച്ചു. പിന്നെ നെഗറ്റീവ് ത്വരണം എന്നാണ് മന്ദീകരണം എന്ന് പറയുന്നത്, അത് നമ്മൾ പഠിച്ചു. ഓക്കെ ആണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിനകത്ത് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ നമുക്ക് ടെലിഗ്രാം ചാനൽ എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്തേക്കണേ. കമൻറ്റ് ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. പിന്നെ ഞാനിടുന്ന എല്ലാ വീഡിയോസും അന്നേരം മോട്ടിവേഷൻ വീഡിയോസും ഒക്കെ അന്നേരം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ആക്കാൻ മറക്കല്ലേ. ഓക്കെ.